ഈ സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന ടൈമിൽ എന്തോ പുതിയൊരു വിവാദമാണെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. പിന്നീടാണ് ഇതൊരു സിനിമയുടെ അനൗൺസ്മെന്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഉള്ളൊഴുക്കിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു മഴക്കാലത്ത് നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കഥ പറഞ്ഞ് പോകുന്നത്. ഞാൻ ഈ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് വർക്ക് കണ്ടിട്ടില്ല. അതായത് കറിയൻ സൈനൈഡ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്ററി ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡോക്യുമെൻ്ററി അത്ര ഫേവറബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ ഭയങ്കര ഹോണ്ടഡ് ആയിട്ട് തോന്നിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഡോക്യുമെൻ്ററി ഒക്കെ വരുന്ന സമയത്ത് ഇത് റിയലായൊരു സംഭവം ആയതുകൊണ്ട് അത് ആ ഒരു ടൈപ്പിൽ തന്നെ കാണുമ്പോഴത്തേക്കും എന്നത് ഭയങ്കരമായിട്ട് ഹോണ്ടഡ് ആക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെൻ്ററീസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുതരം പ്രശ്നമുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ശരിക്കും ഉണ്ടായ സംഭവമല്ലേ എന്ന് ആലോചിച്ചിട്ട് ഒരു തരം ചിന്തിച്ചു കൂട്ടുന്നൊരു സ്വഭാവം എനിക്കുണ്ടാവും. ഞാൻ അത്തരം ടൈപ്പിലുള്ള ഡോക്യുമെൻ്ററീസ് കാണാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഞാൻ ഇതുവരെ കാണാതിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഉള്ളൊഴുക്ക് മൊത്തത്തിലൊരു ഡ്രാമയാണ്. ആ ഒരു രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് പോകുന്നത്. ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിപ്പിക്കുന്ന എന്നാൽ നല്ല എൻഗേജിങ് ആക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് പോയിട്ടുള്ളത്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ സുഷിൻ ശ്യാം എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ വരുന്നൊരു സംഭവം എനിക്കിതിൽ ഫീൽ ഇല്ല. എന്നാൽ പോലും കുഴപ്പമില്ലാത്തൊരു വർക്ക് അദ്ദേഹം ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാൻ ആദ്യം പ്രധാനമായിട്ട് നോക്കിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാർവതിയുണ്ട്, ഊർവശിയുണ്ട്. അപ്പോൾ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ട്രസ്, അവരുടെ കൂടെ ഒരു ലെജൻഡറി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അങ്ങനത്തെ ഒരു സീനിയർ ആക്ട്രസും കൂടി വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നറിയാനായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആൻറ്റിസിപ്പേഷൻ. ഊർവശി തകർപ്പൻ അഭിനയം. കാരണം അമ്മാതിരി ഒരു മാസ്റ്റർ ക്ലാസ് ആക്ടാണ് അവർ ഈ ഒരു സിനിമയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് പാർവതി ഇങ്ങനെ നല്ലൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു സീനിൽ വരുന്നുണ്ട്. പക്ഷേ ഊർവശിക്ക് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു സീനിൽ ഡയലോഗോ അങ്ങനെ ഒന്നും തന്നെയില്ല. എന്നാൽ ഡയലോഗ്സ് ഇല്ലെങ്കിൽ പോലും ലിസണിങ് വെച്ചിട്ട് ആക്ടിങ് നടത്തുക പറയുന്നൊരു സംഭവമുണ്ട്. അത് അവർ ഈ ഒരു സീനിൽ ചെയ്ത് വെച്ചിട്ടായിരുന്നു. കാരണം അമ്മാതിരി ആക്ടിങ്. ആൻഡ് പാർവതിയും നല്ല നൈസായിട്ട് തന്നെ ആ ഒരു റോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കര ചാലഞ്ചിങ് ആവുന്ന ടൈപ്പിലാണ് അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇപ്പോൾ ലീലാമ്മ എന്ന ക്യാരക്ടർ ആണെങ്കിലും അഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും രണ്ടും കൊള്ളാം. ഒരു പോയിന്റ് വരെ ഈ പറഞ്ഞ പോലെ പാർവതിയുടെയും ഊർവശിയുടെയും പെർഫോമൻസ് കൊണ്ടാണ് ഈ സിനിമ അങ്ങനെ നല്ലതായിട്ട് വന്നതെന്നായിരുന്നു എനിക്കൊരു പോയിന്റ് വരെ തോന്നിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമയിൽ ഭയങ്കര ഇൻറ്റൻസിറ്റി വരുന്നു. ആ ഡ്രാമയൊക്കെ ഭയങ്കരമായൊരു റൈസിലോട്ട് പോയി. അങ്ങനെ നല്ല കാര്യമായ രീതിയിലൊരു ഡെവലപ്മെൻ്റൊക്കെ വെച്ചിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരേ ഫ്ലോയിൽ നിർത്താണ്ട് അതിൽ നിന്നൊക്കെ മുകളിലേക്ക് പോയിട്ടുള്ളൊരു സെക്കൻഡ് ആക്ടും തേർഡ് ആക്ടൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം ആ ഒരു ഡ്രാമയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഇമോഷനും ഭയങ്കര ഡെപ്തിൽ ഈ സിനിമയിൽ അനുഭവപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അത് മെയിൻലി പറഞ്ഞ പോലെ സെക്കൻഡ് ആക്ടിലും തേർഡ് ആക്ടിലൊക്കെയാണ് വന്നത്. ഇൻറ്റൻസിഫൈ ആവുന്ന രീതിയിലും കുറേ സെഗ്മെൻറ്റുകളൊക്കെ പിന്നീട് ഈ സിനിമയിൽ വന്നതുകൊണ്ട് ഇത് അത്യാവശ്യം കൊള്ളാവുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സിനിമ തന്നെയാണ് ഉള്ളൊഴുക്ക്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.